ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണി. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ഇന്നും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ രാവിലെ നേരത്തെ എണീറ്റ് ചോറും കറികളും ഒക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കുവിന് ചോറ് കൊണ്ടുപോകണം, പിന്നെ മോന് കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഇന്ന് കാക്കുവിനുള്ള കൂട്ടാനും നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതൊരു കൂട്ടാനും, പിന്നെ ഒരു ഉണക്കലില്ലേ, ഉണക്ക മാന്തൾ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ ചായക്ക് കടി അപ്പാണ്. അപ്പത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ വേഗം, ചിലപ്പോൾ എത്ര നേരത്തെ എണിച്ചാലും ചിലപ്പോൾ അങ്ങോട്ട് 7:30 ആകുമ്പോഴത്തേനൊന്നും ഒരുങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വേഗം എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നല്ല കറിയും ഇതൊക്കെ നല്ല ഇതിൽ രസത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അർജൻറ്റ് പിടിച്ചുണ്ടാക്കിയില്ല, അതൊരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അധികം അർജൻറ്റ് പിടിച്ചിട്ട് കറികൾ അങ്ങനെ ഞാൻ വെക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് തേങ്ങ അരക്കാത്ത സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കേട്ടോ ആക്കി കൊടുക്കും. വല്ല കിഴങ്ങോ അല്ലെങ്കിൽ ഉള്ളിയും തക്കാളി വാട്ടിയ മുട്ട, അതൊക്കെയാണല്ലോ അല്ലേ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറികളൊക്കെ. അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് അവിടെ കേട്ടോ വേഗം വെച്ചിട്ടുണ്ട്, ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മെരിഞ്ഞ് വരട്ടെ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിതാ രാവിലെ ചായക്ക് കടി അപ്പമായിരുന്നു കേട്ടോ. അപ്പവും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പത്തേക്ക് കടലക്കറി വെക്കണം എന്നാണ് വിചാരിച്ചിട്ട്, പക്ഷേ രാത്രി ഇന്നലെ കടല വെള്ളത്തിലിടാനും മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മളെ കാക്കുവിന് ചമ്മന്തി മതി എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ചമ്മന്തി ഉപ്പൊക്കെ ഇട്ടിട്ട് അരക്കൂലേ, എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒറ്റിക്കുക കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഈ അപ്പത്തേക്ക് ആ ഒരു ചമ്മന്തി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ആയിട്ടില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ച് പറയായിരുന്നു. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇനിയിപ്പോൾ എന്തായാലും പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തംബ്നെയിലും കണ്ട പോലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന തെറ്റോ ശരിയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. നമ്മളെ വൈറൽ താരം സെലീന താത്താടെ വീഡിയോസ് കുറേ ആളുകൾ ഇപ്പോൾ എവിടെ നമ്മൾ യൂട്യൂബ് തുറന്നാൽ താത്താൻ്റെ വീഡിയോസും, ഞാൻ ചിലപ്പോൾ താത്ത ഇട്ടതാണ് കരുതിയിട്ട് വേഗം അത് തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഇട്ടതാകും കേട്ടോ. അപ്പോൾ അവരെ വീഡിയോക്ക് പാവങ്ങൾ കുറേ ആയിട്ട് കഷ്ടപ്പെട്ട് എവിടെ എത്താത്ത ആളുകളെയൊക്കെ കേട്ടോ അധികം. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യൂസോ ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും പാവം നമ്മുടെ സെലീന താത്താൻ്റെ വീഡിയോസിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇട്ടിട്ടും ഒക്കെ അല്ലേ. അപ്പോൾ പക്ഷേ അത് ചിലവർ അതിനെ പാവം നല്ലോണം മുതലാക്കുന്നുണ്ട്. ചില യൂട്യൂബർമാർ നമ്മൾ പാവങ്ങളല്ല, സാധാരണക്കാരല്ല കേട്ടോ. അതിനെ കളിയാക്കിയിട്ടും അതുപോലെ അവർ അങ്ങോട്ട് ചാനൽ ഒന്ന് ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പിടാനും ഓരോന്ന് വാങ്ങിക്കൊടുത്തിട്ടും അതിനെങ്ങനെ സോപ്പിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളും നമ്മളെ യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ ടീം അങ്ങനത്തെ ഇവരല്ല, കുറച്ചൊക്കെ ഒരു ഇത്. അപ്പോൾ പാവം സെലീന കിച്ചൻ വളപുരം ഇതിൻ്റെ വൈറലാവാത്തതിന് മുന്നും ആ വളപുരത്ത് സെലീന താത്ത അവിടെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ അന്നൊന്നും പാവം അതിനെ ആരും സഹായിക്കാനോ അതിനെന്തെങ്കിലും കൊടുക്കാനോ അതിനെ കണ്ട് ഒന്നും ആരും അതിനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനും വീഡിയോസൊക്കെ കുറേ ഇട്ടിക്കണം കേട്ടോ. ഫസ്റ്റത്തെ ആദ്യത്തെ വീഡിയോസുകളൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കലുണ്ട്. അപ്പം അതിനൊന്നും വലിയ വ്യൂസും ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ പെട്ടെന്നാണല്ലോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആ തൈകൾ കുഴിച്ചിടുന്ന വീഡിയോ അങ്ങോട്ട് വൈറലായത്. വെല്ലിമ്മാൻ്റെയും പേരക്കുട്ടീൻ്റെയും വീഡിയോ, അതിനാണ് പാവല്ലേ അങ്ങോട്ട് കരകയറിയത്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം ആ വീഡിയോയിലാണ് തെളിഞ്ഞത്, വെല്ലിമ്മാൻ്റേതും. അപ്പോൾ അതിന് ഉമ്മയും ഇപ്പം ഇല്ലാത്ത പാവം ഒരു സ്ത്രീയാണ്. അപ്പോൾ അതിന് എല്ലാവരും ഇങ്ങനെ കളിയാക്കിയും കൊണ്ടാട്ടോ. നമുക്ക് തന്നെ ചിലപ്പോൾ റീൽസൊക്കെ ഇങ്ങനെ അതിൻ്റെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ ചിരി വന്നു പോകും. അത് ഓട്ടോമാറ്റിക്കായി ചിരി വരികയാണ് കേട്ടോ. പിന്നെ അതുമല്ല, അതിന് സംസാരം വല്ലാതെ അങ്ങോട്ടൊരു ഇതില്ലാന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നല്ല സ്റ്റാൻഡേർഡിൽ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് വേണം അങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പാവം അത് കാട്ടിക്കൂട്ടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ തടി ഒരു കുറച്ച് ഇതാണ്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാവർക്കും പഠിച്ചോ ഒരുപോലെ കൊടുക്കൂലല്ലോ, ഓരോ ശരീരപ്രകൃതി കൊടുക്കില്ല. അതിൻ്റെ ഓൾറെഡി ശരീരപ്രകൃതി അങ്ങനെ ആവും, തടിച്ച ശരീരം. നല്ല ഫുഡും കഴിക്കും
കഴിക്കൂട്ടോ ആൾ നല്ല ഫുഡ്. പിന്നെ അത് ഒരു റീൽസിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ ഫുഡ് എന്ത് ആഗ്രഹം ഉണ്ടല്ലോ അത് കഴിച്ച് തീർക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു റീൽസൊക്കെ ഞാൻ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ വെച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ മുതലെടുക്കുന്നുണ്ടോ പാവം. അതിനെ ഇങ്ങനെ പറ്റിച്ചിട്ടും കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഓരോരുത്തർ കളിയാക്കിയിട്ടും കോമഡി ആയിട്ട് അതിനിങ്ങനെ ഓരോന്ന് ചെയ്തിട്ടും ട്രോളാക്കിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ പാവം തോന്നും, എന്തിനാലേ അങ്ങനെയൊക്കെ ഓരോരുത്തരെ കളിയാക്കുന്നത്. അത് അതിൻ്റെ പാട്ടിന് അത് ജീവിക്കുക, അത് റീൽസുകൾ ഇങ്ങനെ എടുക്കുക, വീഡിയോസ് എടുക്കുക, കാണുക, അങ്ങോട്ട് പോകുക എന്നല്ലാതെ അത് അതിനങ്ങനെ ഒരു ഇതൊന്നുമില്ല, മെയിൻ്റെയൊന്നുമില്ല. നല്ല ഒരു സ്വഭാവമാണ്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കണ ഒരാളാണ് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വിവരം എല്ലാതും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ചിലപ്പോൾ കിച്ചൺ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ ചെയ്ത് ആ സംഭവം ആ ഒരു കണ്ടൻറ്റേ അല്ലാതെ ഇങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. ചിലപ്പോൾ പിന്നെ വീടിൻ്റെ ആവും, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളായും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരെ 4 ചീത്ത വിളിക്കുക, അതൊക്കെ തന്നെ കേട്ടോ അതിൻ്റെ. അപ്പോൾ ആ ചീത്ത വിളിക്കുന്നത് പോലും ചിലപ്പോൾ അതിനറിയുന്നുണ്ടാവില്ല, ലാസ്റ്റ് പറയുകയും ചെയ്യാമല്ലോ. അന്ന് എല്ലാവരോടും താങ്ക്സ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും. എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഞാൻ കുറേ വായിക്കൂട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ കണ്ട ഞങ്ങളെ പ്രേക്ഷകരെ ചീത്തയും പറയണം, പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യും വേണോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ അങ്ങനെ കമൻറ്റുകളിടും. ചിലവർ നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നത് കാണാം, ചിലവർ അതിന് സപ്പോർട്ട് ചെയ്തിട്ടും, ചിലവർ പിന്നെ എന്ത് വർത്താനമാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് പാവട്ടോ കളിയാക്കണവരും കുറേ ആളുകൾ കമൻറ്റ് ഇടാറുണ്ട്. പക്ഷേ ആ കമൻറ്റ് കളിയാക്കണ കമൻറ്റും ഇതൊക്കെ ഇടണവർക്ക് അതിനെ കാണുകയും വേണം, അവരൊരു കോമഡി പീസൊക്കെ അതിന് എടുക്കണമുണ്ട്. എന്നാൽ പിന്നെ അവർക്ക് അത് കാണാതെ ഇരുന്നൂടെ, അതതിൻ്റെ ജീവിതമാർഗം, അത് ചെയ്ത് അങ്ങനെ പോകണം. അതിപ്പോൾ തെറ്റായിട്ടൊന്നും ആരെയൊന്നും ഉപദ്രവിക്കാനോ അതിനൊന്നും പോകില്ല. അത് പാവം ഓരോരോ ഫുഡ് കഴിക്കാൻ നടന്നിട്ടും ഹോട്ടലിലായിട്ടും കൂൾബാറിലായിട്ടും ജ്യൂസ്, അത് ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ ടൗണിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇപ്പോൾ അത് അതിൽ തന്നെ ആവുമല്ലോ നടന്നിട്ടുണ്ടാവുക, അന്നൊന്നും പാവം ആരും അറിയില്ലല്ലോ. ഇന്നിപ്പോൾ വൈറലായുമ്പോൾ അല്ലേ, അതാണ് പറയുന്നത്, പണവും പ്രശസ്തിയും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വേണ്ടാത്തവരാണെങ്കിലും ആ സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മളെ കയ്യിൽ കാശുണ്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാവും, നമ്മളെ ബന്ധമായാലും സ്വന്തമായാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ നമ്മളെ കയ്യിൽ. അപ്പോൾ അതിനൊരു തെളിവാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, നമ്മളെ സെലീന താത്തയുടെ കാര്യം ഞാൻ പറയുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കറക്റ്റാണ്. അതിന് ആ ഒരു എല്ലാവരും പറയുമല്ലോ അല്ലേ, അതേപോലെ പൈസ ഇല്ലാത്തപ്പോൾ നമ്മളാരും ഒരു വില ഉണ്ടാവില്ല. നമ്മളെ കയ്യിലൊരു 5-10 റുപ്യ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമുക്ക്, നമ്മളെ കുടുംബമായാലും ശരി കൂടപ്പിറപ്പുകളായ ആരായാലും ശരി നമുക്കൊരു വില ഉണ്ടാവില്ല. 10 റുപ്യ നമ്മളെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം നമുക്ക് പ്രശസ്തിയും പേരും പ്രശസ്തി പൈസയും ഒക്കെ ഉണ്ടായിന്ന് വെച്ചോ, അപ്പം നമ്മൾക്ക് ഇഷ്ടംപോലെ ആളുണ്ടാവും അല്ലേ. പക്ഷേ ഇപ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ചാനൽ തന്നെ കണ്ടില്ലേ, എവിടെ എത്താതെ പിന്നെ താന്ന് പോവല്ലാതെ ഉയരങ്ങളിൽ എത്തണില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കും എത്തട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ എന്നും വീഡിയോസൊക്കെ ഇടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സെലീന താത്തയുടെ ഭാഗ്യം പോലെ ആർക്കെങ്കിലുമൊക്കെ ഭാഗ്യം പെട്ടെന്ന് കാര്യം വരിക. അപ്പോൾ നമ്മൾ സെലീന താത്തയുടെ ഭാഗ്യം കണ്ടില്ലേ, പെട്ടെന്ന് വൈറലായി അടിച്ച് കയറി. എന്തായാലും ഇപ്പോൾ യൂട്യൂബ് വൈറൽ താരം തന്നെ ആയിട്ടുണ്ട്. ഓരോരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിരിച്ച് ആകെ. പക്ഷെ അതിനെ എതിർക്കണത് അതിനങ്ങനെ വലിയ ഇഷ്ടമല്ല തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയപ്പോൾ ഹായ് അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടോ ഇൻ്റർവ്യൂവിലൊക്കെ. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടാൻ പറയുക അതിനോട്, അതുപോലെ മേക്കപ്പ് ചെയ്യാൻ പറയും. അത് ഓരോ വീഡിയോസിലും പറയുന്നുണ്ടല്ലോ എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല, ഹറാമാണ്. പക്ഷെ അതിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ, അല്ലാതെ അതിൻ്റെ ഒരു സ്വയം ഇതിനൊന്നും അത് ചില സംഭവങ്ങളൊന്നും അത് ചെയ്യാറില്ല. അതിനുള്ള ഐഡിയപരമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ല, പാവമാണ്. അതിൻ്റെ ഓരോരോ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, അതിൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. എന്തായാലും സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി താത്തയാണ്, എന്തായാലും നല്ല വൈറലായി. ഇനിയിപ്പോൾ പാവം അതിന് നല്ല വരുമാനമൊക്കെ കിട്ടി ഉഷാറാവട്ടെ. അത് ആരും ഇല്ലാത്തവർക്ക് പടച്ചോൻ കാവലുണ്ടാവും എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും അതിനിപ്പോൾ ഉപ്പയുമ്മയില്ല, ഭർത്താവാണെങ്കിൽ അങ്ങനെ സുഖമില്ലായ്മ അങ്ങനത്തെയൊക്കെ ഒരു അസുഖത്തിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒക്കെ മാറി വരുന്നുണ്ട് എന്നൊക്കെയാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും സെലീന താത്താനെ പുതിയാപ്പിള കാണാൻ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കാണാം സെലീന താത്തായുടെ ഭർത്താവിനല്ലേ. അപ്പോൾ അങ്ങനെ പാവം അതങ്ങനെ മുന്നോട്ട് പോട്ടെ. അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഉഷാറായി എല്ലാം അടിപൊളിയായിട്ട് അടിച്ച് കയറി പോയി.
വരുമാനമൊക്കെ ആയി. അതിനും വല്യമ്മക്കൊക്കെ ജീവിതമാർഗം ആയി എന്ന് പറയാം. നമ്മൾക്ക് കുറേ ആൾക്കാരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അവരെ കൊണ്ടൊന്നും ചിലപ്പോൾ സഹായങ്ങളോ അതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കൂട്ടായാലും കുടുംബമായാലും നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ അടുത്തുണ്ട്. അല്ലാതെ ആരും നമുക്ക് തരാനോ ഇതിനോ ആരും ഉണ്ടാവില്ല. നമ്മൾ നയിച്ചുണ്ടാക്കി നമുക്ക് അത്രയേ ഉള്ളൂ. ആ അവസ്ഥ തന്നെ കാര്യം അവരുത് കേട്ടോ. അപ്പോൾ കണ്ടെടുത്തോളം അപ്പോൾ എന്തായാലും നമ്മുടെ സെലീൻ താത്താടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിങ്ങും പരിപാടികളും ഒക്കെ ആ വർത്താനത്തിൻ്റെ ഇടയിൽ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക്സ്, അസ്സലാമു അലൈക്കും.